ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള ഇറാ നാച്ചുർ എന്ന് പറയുന്ന ഒരു കിടിലൻ ഫാം ടൂറിസ്റ്റിന് മുന്നിലാണ്. തികച്ചും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നിർമ്മാണ രീതികളുമാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കിടുക്കൻ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഏതായാലും നല്ലൊരു സെറ്റപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിൻ്റെ തുടക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളങ്ങനെ ഇതിൻ്റെ ഒരു മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ മെയിൻ എൻട്രിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇടത് ഭാഗത്ത് നല്ല വിശാലമായ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ പാർക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേണം ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ. ഇതിന് 10 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അങ്ങോട്ട് 20 രൂപയാണ് ടിക്കറ്റ് ഉള്ളത്. ഹലോ, നമസ്കാരം. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ശ്രീകുമാർ. അതെ. പിന്നെ ഇവിടെ എന്തെല്ലാം പരിപാടികളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളവിടെ ടർഫുണ്ട്, അതേമാതിരി ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ ഫാമുണ്ട്, അത് ചെറിയ മത്സ്യ കൃഷിയുണ്ട്, അക്വേറിയം ഉണ്ട്, ചൂണ്ടിട്ടുള്ള പിടിക്കാനുള്ള സൗകര്യമുണ്ട്. അത് ചൂണ്ടയിട്ട് പിടിച്ച് അവർക്ക് പാകം ചെയ്യാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഇപ്പോൾ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കർഷകർക്ക് ട്രെയിനിങ് കൊടുക്കലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള പരിജ്ഞാനങ്ങൾ കൊടുക്കലാണ് നമ്മൾ മെയിനായിട്ട് ഫാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പച്ചക്കറി എന്ന് പറയുമ്പോൾ ഇന്ന് നിലവിലുള്ള ഒരുവിധം പച്ചക്കറികളൊക്കെ ഞങ്ങളിപ്പോൾ അത് മറ്റേ തന്നെ പയർ, കുമ്പളം അങ്ങനത്തെയുള്ള കോമൺ ആയിട്ട് ആളുകൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയൊക്കെ നമ്മളിവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് ഉൽപ്പാദിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 100% ഓർഗാനിക് രീതിയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാർഷിക സംബന്ധമായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ സീഡ്സുകൾ മൊത്തം ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാ പച്ചക്കറി വിത്തുകളുടെ സീഡ്സും ഉൽപ്പാദനം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് സീഡ്സിൻ്റെ ഒപ്പമുണ്ട്. ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിൻ്റെ ഉൽപ്പന്നമുണ്ട്, പുറത്തുനിന്ന് നമുക്ക് വരുന്ന ഹൈബ്രിഡ് ക്വാളിറ്റിയുള്ള സുമാഷി, അതുപോലെ നാംദാരി പോലത്തെ സീഡ്സുകളൊക്കെ പുറത്തുനിന്ന് വരുന്ന പുറത്തുനിന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞാൽ 2 സീഡ് ഉണ്ട്. നമ്മൾ ഫാമിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ബസ് ബൈ ഹാൻഡ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന സീഡുകളുണ്ട്. അതായത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണ്. ഇത് ഫാഷൻ ഫ്രൂട്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്, പ്രൊഡക്റ്റാണ് നമ്മൾ. ഇതെങ്ങനെയാണ് ഇതിന് വില വരുന്നത്? ഇത് 130 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് നമ്മുടെ ഫാമിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് ഇൻഗ്രീഡിയൻസോ ഇത് സിന്തറ്റിക് ഒന്നും ഉപയോഗിക്കുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള സംഭവം മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരു 4-5 ഫ്രൂട്ടാണ് ഇതിന്, ഫ്രൂട്ടിൻ്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത്. ഫാമിനെ നമ്മൾ ബോക്സ് വെച്ചിട്ട് എടുക്കുന്ന തേനാണ്. പ്രത്യേകിച്ച് ഇതിൽ മായങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ടെസ്റ്റ് ചെയ്തിട്ട് ഫാം പ്രൊഡക്റ്റാണ്. ഇത് ഫാമിൻ്റെ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ ഫാമിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കൂവപ്പൊടി എന്ന് പറയുന്ന സാധനമുണ്ട്. വളരെയധികം മാർക്കറ്റിൽ വാല്യൂ കിട്ടുന്നതാണ്, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. ഫാമിൻ്റെ പ്രൊഡക്റ്റാണ്, ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റായിട്ട് നമ്മൾ നീട്ടുന്നത്. പിന്നെ അത് നെക്സ്റ്റ്
നമ്മളെ പ്രൊഡക്റ്റ് കുടംപുളി, പിന്നെ ഫാം ഫ്രഷ് പെപ്പർ, നമ്മളെ ഫാം ഫ്രഷ് പെപ്പർ, അതേപോലെ തന്നെ കുറേ പ്രോഡക്റ്റ് നമുക്ക് വേറെയുണ്ട്. കർഷകർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറേ മേഖലയിൽ കർഷക ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, അതേമാതിരി തന്നെ അടുക്കളക്കുളം, പിന്നെ കൃഷിരഹിതമായ പച്ചക്കറി ഉണ്ടാക്കുന്ന ഫാം സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ അക്വസ്കേപ്പിംഗ്, ഇതൊക്കെ നമ്മളുടെ ഇവിടെ കൊടുക്കുന്ന ട്രെയിനിങ് കാര്യങ്ങളാണ്. സീസണൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ബാച്ച് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ഇറ ഈ കാർഷിക ഷോപ്പിൻ്റെ പ്രത്യേകത. പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. എവിടെയും കിട്ടാത്തൊരു സംഭവം കൂടെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പറ്റും ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിൽപ്പനക്കായിട്ടല്ല എല്ലായിടത്തും നമുക്ക് ശരിക്കും വ്യവസായ തുടങ്ങിയ വലിയൊരു മാർക്കറ്റിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പാഷൻ ഫ്രൂട്ട്. ഇവിടെ കൂടുതൽ കാണുന്നതും ഇവിടെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണ് കിലോക്ക്? ഇത് 180 രൂപയാണ് മാർക്കറ്റിൽ നമ്മളിവിടെ. പിന്നെ അതുപോലെ പച്ചക്കറികൾ നമ്മൾ ഇപ്പോൾ ഓരോ 2 days ഓരോ സ്പെഷ്യലായിരിക്കും നമുക്ക് ഉണ്ടാകും. ഇന്നിപ്പോൾ ബ്രിഞ്ചാള്, മുളക്, ഇത്രയും പ്രോഡക്റ്റ് നമ്മൾ ഓരോ ദിവസം അപ്പോൾ പച്ചക്കറിയുടെ ഹാർവെസ്റ്റിൻ്റെ ഈ തോതനുസരിച്ചായിരിക്കും പച്ചക്കറിയുടെ നമുക്ക് വിൽപ്പന നമുക്ക് വരുന്നത്. കാരണം പച്ചക്കറി ഇന്ന് പൊട്ടിച്ചിട്ട് നാളെ ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ നാളെ വേറെ പ്രോഡക്റ്റ് ആയിരിക്കും. ഹോഴ്സ് റൈഡിങ് ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി വിപുലമായ രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ആ സംഭവം നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് സവാരി ചെയ്യാനുള്ള കുതിരനെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രൗണ് കുതിരയിലാണ്. ഇതിൻ്റെ പേരെന്താ ചേട്ടാ? മെഹർ എന്ന കുതിരയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെ ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ആ കുതിര സവാരിയും കൂടെ ഇവിടുത്തെ ആസ്വദിക്കാം. ഇവിടെ ഈ കുതിരസവാരി ലഭ്യമാണ്. ഇതിന് 100 രൂപയാണ് ടിക്കറ്റ് ഉള്ളത് ഇവിടെ. പിന്നെ അതുപോലെ ഈ വെഡ്ഡിങ്ങിനൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള നല്ല അവസരമുണ്ട്. അതിന് എക്സ്ട്രാ പൈസ വരും. അതിവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് എത്രയാണെന്ന് ചാർജ് എന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പോൾ ചേട്ടൻ നമ്മളെ കുതിരനെ ഇറക്കി. നമുക്ക് പോകാനുള്ള കുതിര ഇവിടെ റെഡിയാണ്. ചേട്ടൻ അതിനെ ഇവിടെ ഇറക്കി. ഇവിടെ നിന്നാണ് ഈ കുതിരസവാരി തുടങ്ങുക. ഇവിടെ നിന്നാണ് ഈ ഉയർത്തുന്നതാണ് നമ്മൾ ഇതിലോട്ട് കയറുന്നത്. നമുക്ക് കയറി നോക്കാം. നല്ലൊരു സംഭവം. അടിപൊളി. ഓ ചേട്ടൻ എന്താ നല്ല സ്പീഡ് വരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? മുഹമ്മദ് സാദിഖ്. എവിടെയാണ് വീട്? ഊട്ടിയുള്ള മുഹമ്മദ് സാദിഖ് എന്ന ഒരാളാണ് നമുക്ക് ഈ കുതിരസവാരി ആ ട്രെയിനിങ് ചെയ്ത് തന്നത്. നമുക്കിത് ഇതിമേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിമേ കറക്റ്റായിട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് നല്ല സ്പീഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് തന്നെ വേണം. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് പോകാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സൈക്കിൾ ബാൻസ് പോലെയാണ് ഈ ഒരു പരിപാടി. നമുക്ക് അറിയാത്ത പോലെ ആകുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. ഞാനിത് കയറി ഭയങ്കര റിസ്ക് ആയിരുന്നു ഉള്ളത് പറയാലോ. പക്ഷേ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഇവരിവിടെ ക്ലാസ് തന്നെ സംഘടിപ്പിക്കേണ്ടതാണ് ഇതിന് പറഞ്ഞത്, കുതിരസവാരിക്ക് വേണ്ടിയിട്ട്. അത് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം.
പേരെന്താ നിങ്ങളെ? എൻ്റെ സലീം മുഹമ്മദ്. സലീം മുഹമ്മദ്. വീട് ഇവിടെ ചീരട്ടമണ്ണ. ഒറിജിനൽ ശരിക്ക് ബോംബെ മഹാരാഷ്ട്രയാണ്. ഇവിടെ വന്നിട്ട് സുമാർ 6 വർഷമായി. പക്ഷെ ഇവിടെ ഇത് ബോംബെക്കാരനാണെങ്കിലും നല്ല നമ്മളെങ്ങനെ മലയാളം പറയണോ അതിലേറെ നല്ല ഉഷാറായിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. നമുക്ക് ഒരു മുംബൈക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാനായിട്ട്? എന്തൊക്കെയാണ് എല്ലാ സാധനങ്ങൾ? ഇത് റഷ്യൻ കബാബ്. പിന്നെ ഇത് ഉള്ളത് ഷാമി കബാബ്. ഇത് ചിക്കൻ റോൾ. പിന്നെ ഇത് ടോസ്റ്റ് കബാബ് എന്ന് പറയും. പിന്നെ ബൈദ റൊട്ടി എന്ന് പറയും. പിന്നെ ഇതാണ് ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ്. വളരെ റെയർ കടയിലുള്ളൂ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ ഞങ്ങൾ എത്ര കൊടുത്താലും ഞങ്ങൾക്ക് ചിലവ്. ഇത് ഏതാണ് ചേട്ടാ? ടോസ്റ്റ് കബാബാണ്. ടോസ്റ്റ് കബാബാണ് നോക്കുന്നത്. ഒരുപാട് പ്രായങ്ങൾ ചെയ്തപ്പോൾ ഇങ്ങനത്തെ മോഡലൊന്നും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഇറന്റെ ഒരു പ്രത്യേക വെറൈറ്റിയാണ്. അങ്ങനെ ഇങ്ങനത്തെ വെറൈറ്റികൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുള്ളൂ അല്ലേ? അടിപൊളിയാട്ടോ. ഈ കല്ലുകൾ കൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ പിന്നെ ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയ ഇപ്പോൾ നമ്മളവിടെ കണ്ടല്ലോ അതുപോലെയുള്ള ഇവിടെ നിന്ന് തന്നെ എടുത്തുള്ള പാറകൾ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ടേബിളും കൂടെ ഇവരുണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തിട്ടുള്ള സംഭവങ്ങളാണ് ഇവരിതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ കൂടെയാണ് ഈ കാഴ്ചകൾ. പേരെന്താണ്? എൻ്റെ പേര് റഷീദ്. റഷീദ്. അപ്പോൾ ഇന്ന് ഇക്കയാണ് നമുക്കിത് കാണിച്ചു തരുന്നത് മീൻ എങ്ങനെയാണ് പിടിക്കണമെന്നൊക്കെ. ഇതിനാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റ. പെല്ലറ്റ് പറഞ്ഞ സാധനം. നോക്കോ, റെഡി ആയിക്കോ. കൊത്തി 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 വലിച്ചോളി. ഓ ചൂണ്ടിട്ടുള്ളൂ. തൊപ്പയ്ക്ക് മീൻ കിട്ടി. ഇതിന്റെ പേര് എന്താണ്? മീൻ ഞെട്ടർ. എന്താ പേരെന്താ? ശശി. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് സുഹൈൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? പാഷൻ ഫ്രൂട്ട് നല്ല നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടാകുന്നത് ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. മെയിൻ. ഓക്കെ. പിന്നെ ഇളനീര് ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ഇവിടെ തന്നെ. പിന്നെ ലൈം ജ്യൂസ്, മിന്റ് ലൈം, ഫ്രഷ് ലൈം, ചായ ഉണ്ട്, കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാം ഉണ്ട്. 2 പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. അക്വാ സ്റ്റുഡിയോ പറഞ്ഞ ഒരു ഫിഷ് അക്വേറിയാണ്. ഇവിടെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. അപ്പോൾ ഇവിടേക്ക് അത് മനോഹരമായിട്ട് മീനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മീനുകളും അതുപോലെ ഈ മീനിനെ വളർത്താൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതൊക്കെ ലൈവ് പ്ലാന്റ് ആണ്, പ്ലാസ്റ്റിക് അല്ല, ലൈവ് പ്ലാന്റ് ആണ്. പിന്നെ ഇത് നമ്മൾ മറ്റേ ഇതൊക്കെ കൊടുത്തിട്ട് CO2. ഇതെങ്ങനെയാണ് അപ്പോൾ അത് നിൽക്കുന്നത്? ഇത് ഈ ഇതിലാണ്, ഈ സോയിലാണ് ഇത് വേരോടിയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ ഇതെങ്ങനെ ഇത് മരമാണ് ഉണങ്ങി അതിൽ പിടിപ്പിച്ചിട്ട് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൊടുത്തിട്ട് ഇത് അങ്ങനെയാണ് ഇതിൻ്റെ
ഫിൽട്രേഷൻ ഓട്ടോമാറ്റിക്കലി ചെയ്ത് വരും. പിന്നെ അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് ചെടികൾ വളരാൻ വേണ്ടിയിട്ട് കുറേ വേണ്ടതൊക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അവിടെ വീട്ടിൽ പോയിട്ട് ആ ചെടികളും ഒറിജിനൽ ചെടികളാണ്. നമ്മളെല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക്കാണ് കാണുക. ഇതുപോലെ ഇവർ സെറ്റ് ചെയ്ത് തരും ചെയ്യും. വീടുകളിൽ വന്നിട്ട് സെറ്റ് ചെയ്ത് തരും. ഒറിജിനൽ സാധനങ്ങൾ സെറ്റ് ചെയ്യും. പിന്നെ ആക്സറീസ് എന്തെല്ലാം ഉള്ളത്? ഫിൽട്രേഷന് പമ്പുകൾ, പിന്നെ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതെന്താണ്? ഇത് ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നതാണ്. ഇത് അക്വേറിയം സാൾട്ടാണ്. അക്വേറിയത്തിലിടുന്ന കുറച്ച് സാൾട്ട് ഇങ്ങനെയുള്ള എല്ലാ ആക്സറീസും ലൈറ്റാണ്. അങ്ങനെ മുകളിൽ വെക്കണ അക്വേറിയത്തിൻ്റെ മുകളിൽ വെക്കണ ലൈറ്റുകളാണ്. പിന്നെ അക്വേറിയത്തിൻ്റെ ഉള്ളിലിടുന്ന സ്റ്റോണുകൾ. ഇത് ചെടികൾ വളരും. ഇതെന്താ സാധനം? എന്താണ് ഇത്? സോയിൽ എന്നാണ് പറയുന്നത്. ഇത് കിലോക്ക് 200 വരുന്നുണ്ട്. 200 രൂപ. ഗ്രാസ് കാർപ്പാണ്. കളർ സിലോപ്പിയ. ഇതാണ് അനാബസ് എന്ന് പറഞ്ഞ മീന്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. പാഷൻ ഫ്രൂട്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇത് വേണ്ടവർക്ക് ഇത് ചിലപ്പോൾ നമുക്ക് എവിടെ നിന്നും കിട്ടൂല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എപ്പോഴും കിട്ടും. ഇവിടെ ഇഷ്ടംപോലെ പന്തലിച്ച് കിടപ്പുണ്ട്. കണ്ടോ, നിറയെ പാഷൻ ഫ്രൂട്ടുകളാണ്. ഇനി ഇവിടെ ഭാവിയിൽ എന്തെല്ലാമാണ് ഇവിടെ തുടങ്ങാനുള്ള പദ്ധതികൾ? ആളുകൾക്ക് ഇവിടെ വന്ന് കളിച്ചുകൊണ്ട് കുളിച്ച് സ്വിമ്മിങ്ങിലൂടെ കുളിച്ച് അവർ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വെൽബർബൽ ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ, പാല്, മുട്ട അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടുന്ന് അവർക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന നോർത്ത് ഇന്ത്യൻസ്വർക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഹോം സ്റ്റേകൾ വരുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബാങ്കറ്റ് ഹാൾ, ഓപ്പൺ ഓഡിറ്റോറിയങ്ങൾ. ഇവിടെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇവിടെ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് പിന്നെ അതുപോലെ ഓരോരോ സ്ഥലത്തും ഇവിടെ പ്രത്യേകം നല്ല പാർക്കിംഗ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടത് മാർബിൾ കല്ലുകളാണ് ഇതിൻ്റെ മൊത്തം സ്റ്റെപ്പുകളും കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് ഒരു പരിപാടി വെക്കുക പറഞ്ഞാൽ നല്ലൊരു സൗകര്യമായിരിക്കും. അതുപോലെ ഇതിൻ്റെ മേലെ കാണുന്നതാണ് MES മെഡിക്കൽ കോളേജ്. ഈ പുല്ലായതുകൊണ്ടേ നമുക്ക് ഈ പുല്ലിൽ തന്നെ വേണമെങ്കിൽ ഇരിക്കാം. എത്ര ആളുകൾക്കും വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുന്ന ഭാഗത്ത് ഒരു കൃത്രിമ പുൽ ടർഫ് കണ്ടു. അപ്പോൾ ഇത് ഒറിജിനൽ ഗ്രാസ് തന്നെയാണിത്. ഇതാണ് ഇവിടുത്തെ ബാങ്കറ്റ് ഹാള്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ അടിഭാഗം താഴ്ഭാഗമൊക്കെ തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡുകളാണെങ്കിലോ ഗ്ലാസ്സാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ നേരെ മുകളിൽ കാണുന്നത് MES മെഡിക്കൽ കോളേജ്. ഇതിൻ്റെ അടിയിൽ തന്നെ അതാ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫുട്ബോൾ ടർഫ്, മീൻകുളങ്ങൾ, അങ്ങനെ മെയിൻ ഓഫീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കാണാൻ സാധിക്കും. അത്ര ഹൈറ്റിലാണ് ഇതിവിടെ ഉള്ളത്.
മാലാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് MES മെഡിക്കൽ കോളേജിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വളാഞ്ചേരിയിൽ നിന്നും ഇങ്ങോട്ട് ഒരു 18 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ പെരിന്തൽമണ്ണ എന്നാണ് വരുന്നതെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഈ മാലാപ്പറമ്പിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെയും അതുപോലെ പുത്തനങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഇനി വരാൻ പോകുന്നത് പറഞ്ഞാൽ റിസോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ, ഇതിനു വേണ്ടി റെസ്റ്റോറൻറ്റ്, പിന്നെ റബ്ബർ ട്രീ ഹട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതുപോലെയുള്ള സംഭവങ്ങൾ കുറേ ഇവിടെ വരാനുണ്ട്. ഇവിടെ ഒരു മൾട്ടി പർപ്പസാണ്, എല്ലാ സംഗതികളോടും ഒരുമിച്ചുള്ളൊരു സംഭവമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഇവിടെ തന്നെ 2 ടർഫ് ഉണ്ട്, ഫുട്ബോൾ ടർഫ്. ഇനി ഒരു ഫുട്ബോൾ സ്റ്റേഡിയവും ഗാലറിയും കൂടെ ഉള്ള ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. മലപ്പുറത്താരുടെ വികാരമായ ഫുട്ബോളിന് ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഇറാ നാച്ചറിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.